Hi, Namaste. Welcome back. Viewers, welcome back to my channel, Maintainer. മോർണിംഗിൽ ട്രേഡ് ചെയ്യാൻ സമയമില്ലാത്ത ഒരുപാട് ക്ലയൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ട്രേഡ് MCX മാർക്കറ്റിൻ്റെയാണ്. MCXൽ സിൽവറും ഗോൾഡിനും ട്രേഡാണ് ഞാൻ കാണിക്കുന്നത്. സിൽവറിൽ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് മോർണിംഗിൽ ഒരു അപ് ട്രെൻഡ് പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അപ്രോക്സിമേറ്റ് 2 മണിക്ക് ശേഷം മാർക്കറ്റ് ഡൗൺ ഇറങ്ങിയിട്ടുണ്ട്. ഗോൾഡിലാണെങ്കിൽ ഗോൾഡിൽ കണ്ടിന്യൂസ് ആയിട്ട് 2 ദിവസമായിട്ട് നമുക്ക് സെല്ല് തന്നെയാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ സോഫ്റ്റിൽ വെക്കേണ്ട ടൈം ഫ്രെയിം എന്ന് പറഞ്ഞാൽ 15 മിനിറ്റ് ആണ്. അപ്പോൾ ഇന്നത്തെ നോക്കുകയാണെങ്കിൽ ഇന്ന് ഫസ്റ്റ് മോർണിംഗിൽ തന്നെ ട്രേഡ് കിട്ടിയിട്ടുണ്ട് 9:29. അവിടുന്ന് സെല്ല് ഓൾമോസ്റ്റ് 273 പോയിന്റ്സുള്ള ഇപ്പോഴും ഡൗൺ ഇറങ്ങിയേക്കാണ്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് 2-3 ദിവസമായിട്ട് മാർക്കറ്റ് ഡൗൺ തന്നെയാണ്. ഗോൾഡ് നല്ല ഹ്യൂജ് റിട്ടേൺസ് എടുക്കാൻ പറ്റുന്ന മാർക്കറ്റ് തന്നെയാണ് ഗോൾഡിന്റെയും സിൽവറിന്റെയും. അപ്പോൾ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്ന മെത്തേഡ് ലൈവ് സെക്ഷനായിട്ട് കാണിച്ചു തരും. MCX മാർക്കറ്റ് മാത്രമല്ല ഇക്വിറ്റീസും അതേപോലെ ഓപ്ഷൻസും അതേപോലെ ഫോറക്സ് ക്രിപ്റ്റോ അങ്ങനെ എല്ലാ മാർക്കറ്റും നമ്മുടെ സോഫ്റ്റിൽ സപ്പോർട്ടറാണ്. അപ്പോൾ ഇതിനകത്ത് പെർഫെക്റ്റ് നമ്മുടെ സോഫ്റ്റിൽ മറ്റ് ചാർട്ടിലെ അപേക്ഷിച്ചുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫേക്ക് ആയിട്ടുള്ള അപ്പ് ഡൗൺസ് തിരിച്ചറിയാം. അതേപോലെ കറക്റ്റായിട്ട് നമുക്ക് ഈ ക്യാൻഡിൽ സ്റ്റിക്കിനേക്കാളും കൂടുതൽ നമുക്ക് സെറ്റ് ചെയ്യാതെ കൂടുതൽ ആക്യുറേറ്റ് ട്രേഡ് എടുക്കാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജി തന്നെയാണ് ഈ ലേറ്റസ്റ്റ് വേർഷൻ 8.1. അതുകൂടാതെ തന്നെ 8 ടൈപ്പ് സ്ട്രാറ്റജികൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിൽ 2 സ്കാനർ ഉണ്ട്. ഇപ്പോൾ എല്ലാ മാർക്കറ്റിലും ചെയ്യുന്നവർക്ക് സ്റ്റോക്കുകളിലൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള സ്കാനർ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം നമുക്ക് ട്രേഡ് മിസ് ചെയ്യാതെ തന്നെ നമുക്ക് കറക്റ്റ് ടൈമിൽ എടുക്കാൻ സാധിക്കും. അപ്പോൾ അതേപോലെ നമുക്ക് റിവേഴ്സിൽ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ട്രേഡുകൾ തന്നെയാണ് നമുക്ക് തരുന്നത് സോഫ്റ്റ്വെയർ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ട്രേഡ് കാണിച്ചു തരാം. ഇന്നത്തെ ട്രേഡ് നോക്കുകയാണെങ്കിൽ ഗോൾഡിൽ മോർണിംഗിൽ സെല്ല് തന്നിട്ടുണ്ട്. അപ്പോൾ സെല്ല് തന്ന സമയമാണ് മേളിൽ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ എൻട്രി പോയിന്റും താഴെ ടാർഗറ്റുകളും. ടാർഗറ്റ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അങ്ങനെ 3 ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്. മോർണിംഗിൽ തന്നെ സെല്ല് തന്ന് അത് കൺഫേംഡ് ആയിരുന്നു. കാരണം അവിടെ തന്നെ ക്യാൻഡിൽ കളർ റെഡും താഴത്തെ ആ കൺഫർമേഷൻ ബാർ നമുക്ക് അവിടെ റെഡും തന്നിട്ടുണ്ട്. അത് 2 ഓക്കെ ആയതുകൊണ്ട് നമുക്ക് അടുത്ത ക്യാൻഡിൽ എടുക്കാം. അവിടെ നിന്ന് മാർക്കറ്റ് ധൈര്യമായിട്ട് നമുക്ക് സെല്ല് കണ്ടിന്യൂ ചെയ്യാൻ തന്നെ പറഞ്ഞാൽ അത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യാം. അതൊരു റിവേഴ്സിലേക്ക് ചാൻസ് ആയിട്ടില്ല. ഇപ്പോൾ ഇതിന് മുമ്പ് തന്ന ട്രേഡ് നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ കാണാം. അതിന് മുമ്പ് നമുക്ക് ആക്ച്വലി സെല്ല് തന്നിട്ടുണ്ട്. അത് 2 ദിവസമായിട്ട് കണ്ടിന്യൂഷൻ പോയിട്ടുണ്ട്. ലാസ്റ്റ് ആണ് ഒരു അപ് ട്രെൻഡ് തന്നത്. പക്ഷേ അപ് ട്രെൻഡ് കൺഫേംഡ് അല്ല. കാരണം നോക്കുകയാണെങ്കിൽ അവിടെ ഹോളോ ക്യാൻഡിൽസ് ആണ് തന്നത്. അതേപോലെ താഴെ നമുക്ക് ഗ്രീൻ തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ മാച്ചിങ് നടന്നിട്ടില്ല. അതാണ് അവിടെ അപ് ട്രെൻഡ് ഇല്ല. അത് കഴിഞ്ഞ് ഇന്ന് വന്ന ട്രേഡ് കറക്റ്റ് ലെവൽ കൺഫേംഡ് ആയിരുന്നു. അവിടെ നോക്കുകയാണെങ്കിൽ 259 പോയിന്റ്സോളം നമുക്ക് പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. ഇപ്പോഴും മാർക്കറ്റ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ നമുക്ക് സിൽവർ നോക്കുകയാണെങ്കിൽ സിൽവറിന്റെ മാർക്കറ്റ് ഇന്നലെ ഒരുപാട് സൈഡ് വേസ് ആയിരുന്നു. വലിയ ട്രേഡ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ബൈയുടെ കണ്ടിന്യൂസ് ആയിട്ട് മോർണിംഗിൽ ചെറുതായിട്ട് മാർക്കറ്റ് കയറിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇപ്പോൾ ലാസ്റ്റ് സെല്ല് വന്നിട്ടുണ്ട്. സെല്ല് ഇപ്പോൾ 220 പോയിന്റ്സോളം ഇറങ്ങി നിൽക്കുന്നു. മാർക്കറ്റ് ഇപ്പോഴും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ 5 മിനിറ്റ്സ് എപ്പോഴും സ്കാൽപ്പിംഗ് ആണ് പിടിക്കേണ്ടത്. 5 മിനിറ്റ്സ് ആണ് ചെറിയ ട്രേഡുകൾ. 5 മിനിറ്റ്സിൽ നോക്കുകയാണെങ്കിൽ ഇന്ന് മാർക്കറ്റ് രാവിലെ ഒരു സെൽ ട്രേഡ് നമുക്ക് തന്നിട്ടുണ്ട്. സൈഡ് വേസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് വന്ന ബൈ ട്രേഡ് ചെറിയ രീതിയിൽ മാർക്കറ്റ് കയറി. ഇപ്പോൾ ലാസ്റ്റ് വന്ന സെൽ അപ്രോക്സിമേറ്റ് 1-1.5 ശേഷം വന്നതാണ്. അത് കൺഫർമേഷൻ വന്ന് കയറി നോക്കുകയാണെങ്കിൽ 578 പോയിന്റ്സിൽ ഇറങ്ങി നിൽപ്പുണ്ട്. അപ്പോൾ ചെറിയ ട്രേഡുകളിൽ പെട്ടെന്ന് ട്രേഡ് എടുക്കാനായിട്ട് നമുക്ക് 5 മിനിറ്റ്സ് ഉപകരിക്കും. 5 മിനിറ്റ്സിൽ പെട്ടെന്ന് തന്നെ റിവേഴ്സിൽ വരും. പക്ഷേ രണ്ടും കൂടെ കമ്പയർ ചെയ്ത് നമ്മൾ ട്രേഡ് എടുത്താൽ നമുക്ക് ഏതൊക്കെ ട്രേഡ് അവോയ്ഡ് ചെയ്യാം, ഏതൊക്കെ എടുക്കണം എന്നുള്ള കറക്റ്റ് ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. അപ്പോൾ ആദ്യത്തെ മോർണിംഗിൽ വന്ന ട്രേഡ് സൈഡ് വേസ് ആണ്. അപ്പോൾ അവിടെ സോഫ്റ്റ്വെയർ കറക്റ്റ് ലെവലിൽ കൺഫർമേഷൻ തരാത്തതുകൊണ്ട് അവിടെ നിന്ന് എടുക്കരുത് കറക്റ്റായിട്ട് ഇൻഡിക്കേഷൻ തന്നിട്ടുണ്ട്. അത് 15 നോക്കുകയാണെങ്കിൽ 15 അവിടെ കൺഫർമേഷൻ അവിടെ കിട്ടിയിരുന്നില്ല. അത് മാർക്കറ്റ് തിരിച്ച് കിടണം. അപ്പോൾ ആ ബൈറ്റേഡ് കറക്റ്റ് ലെവലിൽ എടുക്കാമായിരുന്നു. ഷോർട്ട് അടിക്കാനുള്ള ഒരു ചെറിയ പോർഷൻ നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സോഫ്റ്റ്വെയർ കറക്റ്റ് ഇൻഡിക്കേഷൻ ആ സമയത്ത് കാണിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ എക്സിറ്റ് ചെയ്യേണ്ട ലെവലും നമുക്ക് ആക്ച്വലി സോഫ്റ്റ്വെയറിന്റെ ട്രെൻഡ് ചേഞ്ചസിലൂടെയും അതേപോലെ കളർ ചേഞ്ചസിലൂടെയും താഴത്തെ സോൺ ചേഞ്ച് ആവുന്ന സമയത്ത് നമുക്ക് തിരിച്ചറിയാൻ എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് ലൈവ് ഡെമോ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനുവേണ്ടി കോൺടാക്ട് ചെയ്യും.